ഹായ് ഫ്രണ്ട്സ്, അസാക്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ചക്കയുടെ ഉണ്ടാക്കിയാലോ. നമുക്കിന്ന് ഈ ചക്ക കൊണ്ട് അട ഉണ്ടാക്കാവേ. ഞാനൊരു നല്ലോണം വിളഞ്ഞ വരിക്കച്ചക്ക എല്ലാം ഒരുക്കി വൃത്തിയാക്കി ചുളയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുരുവെല്ലാം മാറ്റി എല്ലാം വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതുകൊണ്ട് നല്ല ഒന്നാന്തരം ഒരു ചക്കയുടെ ഉണ്ടാക്കാം. അതിന് നമുക്ക് ഈ ചക്കയൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാവേ. മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. ചക്കയുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഞാൻ ഒരു ചക്കയുടെ ഒരു പകുതിയോളം എടുത്തിട്ടുണ്ടായിരുന്നേ. അത്രയും ചോളമുണ്ട്, ഞാൻ കാണിച്ചില്ലേ, നമ്മളത് അരച്ചെടുത്തപ്പോൾ അത്രയും പൾപ്പുണ്ടേ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ആ ചക്കച്ചോളയെല്ലാം അരിഞ്ഞ് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത്രയുണ്ട്. അതുപോലെ ഞാനൊരു 2 വലിയ ഉണ്ട ശർക്കര എടുത്ത് ഉരുക്കി പാനിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിനൊരു പാത്രം അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ അതും എടുത്ത് തിരുമ്മി വെച്ചു. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണേ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ല ചൂട് കട്ടിയുള്ള ഉരുളിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ കുറച്ച് വാഴയില എടുത്തുകൊണ്ട് വന്ന് ഇത് കണ്ടോ, ഞാനിത് ഒന്ന് വാട്ടി വെച്ചിരിക്കുവാണ്. മുഴുവനായിട്ട് വാട്ടിയിട്ടില്ല, എന്നാലും ഇങ്ങനെ വെച്ചാൽ ഒടിഞ്ഞു പോകാത്ത വിധത്തിൽ ഒന്ന് വാട്ടിയെടുത്തേ. അതുപോലെ നമുക്കൊരു 5-6 വാഴയില കൂടെ കിട്ടി കേട്ടോ. ഇവിടങ്ങളിലൊന്നും ഈ സാധനം ഇല്ല. ഇത് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഒപ്പിച്ചെടുത്തതാണ്. അപ്പം നമുക്ക് ആദ്യം ഇതിനകത്ത് ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് ഈ വാഴയിലയിലേക്ക് അട പരത്തിയെടുക്കാവേ. അന്നേരം നമ്മൾ അട പരത്തുമ്പം ഇല പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഇല കണ്ടോ വാട്ടി എടുത്തത്. കഴിഞ്ഞപ്പോഴേ ഞാൻ ഇതിനകത്തേക്കൊരു 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ആ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇതിലോട്ട് ചേർത്ത് നമുക്കൊന്ന് ഇളക്കിക്കോ. ഇനിയിപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന ചക്കയുടെ പൾപ്പ് കൂടെ ചേർക്കാവേ. തേങ്ങ മനസ്സിൽ അരച്ചപ്പോൾ ആദ്യം തേങ്ങ എന്നാട്ടോ വായിൽ വന്നത്. ഇത് വിയറ്റ്നാമേർലി പ്ലാവയിലുണ്ടായ ചക്കയാണ് കേട്ടോ, വരിക്കച്ചക്ക. ഞാൻ നേരത്തെ കാണിച്ചായിരുന്നല്ലോ, അതിൻ്റെ ചുള എടുത്ത് വെച്ചിരിക്കുന്നത് പുള്ളി. നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ ശർക്കര പാനിക്കകത്തിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കാം കേട്ടോ. ഞാൻ ആദ്യം ഇതിനകത്ത് ഇച്ചിരി നെയ്യ് ചേർത്തത്, നമ്മൾ ശർക്കരപ്പാനി ഇതിനകത്തേക്ക് ഒഴിക്കുമ്പോൾ ഈ ചീനച്ചട്ടിയുടെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി, ഈ ഉരുളിയുടെ അടിയിൽ ഈ ശർക്കരപ്പാനി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ നെയ്യ് ചേർത്തത്. ചക്ക ഇങ്ങനെ അരച്ചതുകൂടി ഇതിനകത്തിട്ട് വരട്ടുമ്പോഴേ ഒട്ടും നമുക്ക് അടി പിടിക്കത്തില്ല, സ്വല്പം നെയ്യ് ചേർക്കുവാണെങ്കിൽ. അല്ലാതെ നെയ്യ് ചേർക്കണമെങ്കിൽ യാതൊരു നിർബന്ധമില്ല കേട്ടോ. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ചേർക്കണ്ട. പിന്നെ ചക്കയുടെ കാലമാകുമ്പോൾ എല്ലാവരും ചക്കയുടെ ഉണ്ടാക്കും, എല്ലാവർക്കും ചക്കയുടെ ഉണ്ടാക്കാനും അറിയാം. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളതിന് കാണിക്കാമെന്ന് കരുതി. പിന്നെ ചക്കയുടെ ഉണ്ടാക്കാനായിട്ട് ആർക്കെങ്കിലും അറിയാൻ വയ്യാന്നുണ്ടെങ്കിൽ പുതുതായിട്ട് ആരെങ്കിലും കാണുമോ അല്ലെങ്കിൽ ഉണ്ടാക്കി പഠിക്കുമോ അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമാകട്ടെ എന്ന് കരുതിയാണ് കേട്ടോ ഞാനിത് കാണിക്കുന്നത്. നമ്മുടെ ആ ചക്കയുടെ പൾപ്പും ശർക്കരപ്പാനിയും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് കുറുകി ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. കണ്ടത് ഇങ്ങനെ കൊമള പൊട്ടുന്നുണ്ടോ? നമ്മൾ അടുത്ത് നിന്നിങ്ങനെ ഇളക്കുമ്പോഴേ നമ്മുടെ കയ്യിലൊക്കെ തെറിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ ചക്കച്ചുളയും ചക്കയും ശർക്കരപ്പാനിയും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് യോജിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ടൊക്കെ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാവേ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാനൊരു വലിയ തേങ്ങയാണ് ചിരണ്ടി വെച്ചിരിക്കുന്നത്. അതുകൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ നമുക്കൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഒന്ന് വരട്ടിയെടുക്കണേ. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്നറിയാവോ? ഈ തേങ്ങയിലെ വെള്ളമയം എല്ലാം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ്.
ഈ തേങ്ങയിലെ വെള്ളമയൊക്കെ വറ്റിയിട്ട് നമ്മൾ മാവ് ചേർത്ത് കുഴച്ച് അട ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് അട കുറച്ചാൽ ഒരു 3-4 ദിവസത്തോളം കേടുകൂടാതെ വെളിയിൽ തന്നെ ഇരിക്കുവേ. നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് ഈ അട നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെ അടച്ചു വെച്ചിരുന്നാൽ മതി. അല്ലേ ഉണ്ടാക്കി തണുത്ത് കഴിയുമ്പോൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് അടച്ചു വെച്ചിരുന്നാൽ ഇതൊരു 4-5 ദിവസത്തോളം കേടുകൂടാതിരിക്കും കേട്ടോ. ഒരു 1/4 സ്പൂൺ ഉപ്പ് കൂടെ ചേർത്താവേ. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉപ്പ് ചേർത്തിരിക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വരട്ടിയെടുക്കാം. ഞാൻ ഒരു 10 ഏലക്ക എടുത്ത് ഒരു 3-4 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് ഇതിലോട്ട് ചേർക്കാം. അതുപോലെ ദേ ചുക്കുപൊടിയും കൂടെ അതുകൂടെ ചേർക്കുവാണേ. ഇനി നമുക്ക് ഇതൊന്ന് ഇതിലോട്ട് ചേർത്ത് ഇളക്കാവേ. നമ്മളിത് മൊത്തം ഒന്ന് ഇളക്കി ചേർത്ത് കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ ഇതൊരു പായസത്തിൻ്റെ ഒരു ലെവലായേ. നമ്മൾ ഈ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ കുറുകിയ പായസം, അത് ഇച്ചിരി ഒന്ന് പറ്റി ആ പായസത്തിൻ്റെ ലെവലാകുവേ. ഇത് ഇങ്ങനായി കണ്ടോ. ഈ പരുവാകുമ്പോൾ നമ്മളിത് നിർത്തണേ. ഇത് വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ സ്പൂണിനകത്ത് കോരി കഴിക്കാനൊക്കെ ആയിട്ട് എടുത്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ല പായസം പോലെ, നല്ല ചക്കപ്പായസം പോലത്തെ ടേസ്റ്റ് ആയിരിക്കും. ഇതേ കണ്ടോ. അപ്പം ഞാൻ ഈ ഗ്യാസ് ഓഫ് ചെയ്യുവാണ്. ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് ഇറക്കി വെച്ചിട്ട് ഇതിലോട്ട് മാവ് ചേർത്ത് ഇളക്കണേ. ഇനി ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന പൊടിയെ കുറേശ്ശെ ഇതിലോട്ടൊന്ന് ചേർക്കാവേ. മൊത്തമായിട്ട് ചേർത്താൽ നമുക്ക് എന്തുമാത്രം വേണമെന്ന് അറിയാൻ പറ്റത്തില്ല. ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ വരട്ടി വെച്ചിരിക്കുന്നതിനകത്ത് എന്തുമാത്രം നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുമോ അത്രേ നമുക്ക് ചേർക്കാൻ പറ്റത്തുള്ളേ. അപ്പം നമുക്ക് കുറേശ്ശെ ഒന്ന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇപ്പോൾ ഈ മാവിന് ചൂടുള്ളത് കൊണ്ട് ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വരട്ടിയെടുത്ത് ചക്കയ്ക്ക് ചൂടുള്ളത് കൊണ്ട് ഈ മാവ് നമ്മൾ ഇതിനകത്തിട്ട് ഇളക്കുമ്പോൾ മാവ് ഒന്ന് വെന്താണ് കുഴയ്ക്കുന്നത്. അപ്പം നമുക്ക് ഒത്തിരി നേരം വേവിച്ചെടുക്കേണ്ട ആവശ്യം വരത്തില്ല. അതുപോലെ അപ്പം നമുക്ക് കുറച്ചുകൂടെ അരിപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഇത് പണ്ട് എൻ്റെ അമ്മുമ്മ വീട്ടിൽ ചക്ക കിട്ടുമ്പോൾ ഇങ്ങനെ കേട്ടോ അട ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അമ്മുമ്മ ഇങ്ങനെ ചക്കയുടെ, ഞങ്ങളെ പിള്ളേരെയൊന്നും അടുപ്പിക്കത്തില്ല, അമ്മുമ്മ ഇങ്ങനെ ഇരുന്ന് ഉണ്ടാക്കി അത് ഏലക്കകത്തെല്ലാം വെച്ച് പുഴുങ്ങി വെച്ചിട്ട് ഒരു ദിവസം രാത്രിയിൽ ഉണ്ടാക്കി പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ എണീറ്റ് കാപ്പി കുടിക്കാനൊക്കെ റെഡിയായിട്ട് വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും തരും കേട്ടോ. അമ്മുമ്മ ഞങ്ങൾക്ക് മാത്രമല്ല, ഇങ്ങനെ ചക്കയുടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള ഒരുതപ്പെട്ട എല്ലാവർക്കും കൊടുക്കും. ആ വീട്ടിൽ വരുന്നവർക്കും റോഡിൽ കൂടെ പോണവർക്കും ഒക്കെ വിളിച്ച് ഒരടയെങ്കിലും അമ്മുമ്മ കൊടുത്തിരിക്കും. അത് ഉണ്ടാക്കുമ്പോൾ അമ്മുമ്മ ഇഷ്ടം പോലെ ഉണ്ടാക്കുകയും ചെയ്യും. എന്നിട്ട് എല്ലാവർക്കും കൊടുക്കും. കുറച്ചുകൂടെ മാവിടുവാണേ. അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് പിള്ളേർക്ക് കുറച്ചേ കിട്ടത്തുള്ളേ. അപ്പോൾ ഞങ്ങൾ വഴക്കുണ്ടാക്കും, എല്ലാവർക്കും കൊടുക്കണ്ട ഞങ്ങൾക്ക് തന്നു പറഞ്ഞിട്ട്. എന്നാലും ശരി, അമ്മുമ്മ അത് ഉണ്ടാക്കി ഒരു നല്ല, നമ്മൾ അന്നൊക്കെ ചക്കയുടെ എന്നൊക്കെ വെച്ചാൽ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന സാധനമല്ലല്ലോ. അപ്പോൾ വളരെ അപൂർവമായിട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുണ്ടാക്കി അമ്മമ്മയ്ക്ക് എല്ലാവർക്കും കൊടുക്കാനും ഇഷ്ടമായിരുന്നു. എല്ലാവർക്കും എത്തിക്കുമായിരുന്നു അമ്മമ്മ അത്. ഞാൻ ഈ ചക്കയുടെയൊക്കെ ഉണ്ടാക്കുമ്പം അതൊക്കെ ഓർക്കും. ഭയങ്കര, ഞങ്ങൾക്കന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ചക്കയുടെ എന്ന് വെച്ചാൽ. എപ്പോഴും കിട്ടാത്ത സാധനമല്ലേ, അത് തന്നെയല്ല മധുരമുള്ള സാധനം. അതുപോലെ ചക്ക എല്ലാ പിള്ളേർക്കും ഇഷ്ടമാണല്ലോ. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടവുമായിരുന്നു. ഞാൻ ഇന്നലെ മാവെല്ലാം നല്ലോണം കുഴച്ച് എടുത്തായിരുന്നേ. കുറച്ച് കൂടുതൽ മാവുണ്ടായിരുന്നു. അപ്പം ഞാനതെല്ലാം ഒരു വാഴയിലയാണ് നമ്മുടെ കൂടുതലുണ്ടായിരുന്നത്. അപ്പം ഞാൻ കുറച്ചേറെ വാഴയിലോട്ട് പരുത്തി വെച്ചിട്ടുണ്ട്. ഞാനിതിങ്ങനെ ഒരു കുമ്പിൾ പോലെ കുത്തിയേ. എന്നിട്ടിതേ ഒരു ഈർക്കിലി കൊണ്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിനകത്തോട്ടേ ഈ മാവ് നിറച്ചെടുക്കാം. ഇനിയിപ്പം ഈ ഞെട്ട് ഇതിനകത്തോട്ട് കുത്തി നിർത്തുവേ. കണ്ടോ, ഇങ്ങനെയാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ആ വഴനയിലേക്കകത്ത് മുഴുവൻ നിറച്ചെടുക്കാവേ. നമ്മളൊരു 5 എണ്ണം അതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്.
ബാക്കി നമുക്കിനി ഒരെണ്ണം നമുക്ക് വാഴ ഇല കൂടെ പരത്തിയെടുക്കാവേ. ഇനി നമുക്ക് വാഴ ഇലയിലോട്ട് നിന്ന് പരത്തിയെടുക്കാവേ. അതിന് ഞാൻ ഒരു ഇതിങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് പരത്തി കൊടുത്തേ ചെറുതായിട്ട്. എന്നിട്ട് ഈ വാഴയില ഇങ്ങോട്ട് മറിച്ച് ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല കനം കുറഞ്ഞ് നല്ലൊരു ഇതായിട്ട് കിട്ടും. ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇങ്ങനെ കിട്ടുവേ. നല്ല കനം കുറഞ്ഞ്, നമ്മൾ കനം കുറച്ചെപ്പോഴും പരത്തുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഷേപ്പുള്ള ഒരടയായത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി മാവ് എടുത്തിട്ട് അത് ഇവിടെ ഇങ്ങനെ വെച്ച് ഈ നമ്മൾ മടക്കിയ ഇലയുടെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതെടുത്തിട്ട് ഇതിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ? അപ്പം ഒരു ഇലയുടെ അപ്പുറം ഇപ്പുറം കണ്ടത് ഇവിടെയും അടയുണ്ട്, അകത്തും അടയുണ്ട്. അങ്ങനെ ഒരു ഇലയിൽ നമ്മൾ 2 അടയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ബാക്കിയുള്ള അടകളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ കണ്ടോ, ഇങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമുക്കിനി ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാവേ. ഇതിനകത്ത് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെച്ചേക്കാം. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ വാഴയിലേക്കകത്ത് വെച്ചിരിക്കുന്ന അട എടുത്തൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കണേ. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഒന്ന് വേകട്ടെ. എന്തോന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ ഇത് വെച്ചിട്ടൊരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം, വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചക്കയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കിയാലോ. നമ്മുടെ കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട്. ചക്ക കണ്ടോ, നല്ല ചൂടുണ്ട്. കണ്ടോ, വാഴയിലക്കകത്തുണ്ടാക്കിയ അട കാണണ്ടേ. ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇതിപ്പോൾ ഒരെണ്ണത്തിൽ 3 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കണ്ടത്. അപ്പോൾ നമ്മുടെ അട ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. ആരും ലൈക്ക് ചെയ്യുന്നില്ല എന്നൊന്നും വീഡിയോ കണ്ടിട്ടേ. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.